ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അമേരിക്കയിലെ തന്നെ ഏറ്റവും മനോഹരമായ കോസ്റ്റ് ഹൈവേയിലൊന്നായ പസഫിക് കോസ്റ്റ് ഹൈവേ ആണ്. ഇത് ഹൈവേ 1 അഥവാ കാലിഫോർണിയ സ്റ്റേറ്റ് ഹൈവേ 1 എന്ന പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇതിൽ മനോഹരങ്ങളായ ചില വ്യൂ പോയിന്റുകളും ചില അട്രാക്ഷൻസുമാണ് ഇതിൽ കാണിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് ബിക്സ്ബി ക്രീക്ക് ബ്രിഡ്ജ്. 1932 പണി കഴിപ്പിച്ച ഈ ബിക്സ്ബി ക്രീക്ക് ബ്രിഡ്ജിന് 280 ഫീറ്റ് ഹൈറ്റും ഏകദേശം 720 ഫീറ്റോളം ലെങ്തുമാണുള്ളത്. ഈ ബിക്സ്ബി ബ്രിഡ്ജിൻ്റെ കാഴ്ചകളിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഇതിപ്പോൾ പോകുന്നത് ബിക്സ്ബി ബ്രിഡ്ജിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ നിന്നും അടുത്ത പോയിൻ്റ് ഒരു വാട്ടർഫോൾസ് കാണണം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പോയിൻ്റുകളുണ്ട്, വ്യൂ പോയിൻ്റുകൾ. ഇവിടെ വിസ്റ്റ പോയിൻ്റുകൾ എന്നാണ് വ്യൂ പോയിൻ്റുകൾ അറിയപ്പെടുന്നത്. മനോഹരമായ കാഴ്ചയാണ്. പോകുന്ന വഴിയിലെല്ലാം പസഫിക് മഹാസമുദ്രത്തിൻ്റെ നീലിമയും കുന്നുകളുടെ പച്ചപ്പും എല്ലാം കൂടി ചേർന്ന് വളരെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മനോഹാരിതയാണുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനും കാണുക, എന്നാലേ നിങ്ങൾക്ക് ആ ഒരു അനുഭവം എത്രത്തോളം മനോഹരമാണ് ഈ കാഴ്ച എന്നുള്ള ഇത് മനസ്സിലാവുകയുള്ളൂ. മാക്സിമം വണ്ടിയിലിരുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇതൊരു വ്യൂ പോയിൻ്റാണ്, വിസ്റ്റ പോയിൻ്റ് 1. ഈ യാത്രയിലെ മെയിൻ അട്രാക്ഷൻസ് കൂടാതെ ചെറിയ ചെറിയ വ്യൂ പോയിന്റുകൾ ഇതുപോലെ ഉണ്ടാവും. വിസ്റ്റ പോയിന്റുകൾ എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെ ചെറിയൊരു കാർ പാർക്കിംഗ് ഉണ്ടാവും. കാർ പാർക്കിംഗ് ചെയ്യാനുള്ളൊരു സ്ഥലം ഉണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ഇറങ്ങി നിന്ന് കാണാൻ പറ്റും, ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇതിൻ്റെ മനോഹാരിത നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല. അവിടെ നിന്നും അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഈ ഹൈവേയിൽ വണ്ടികൾ നല്ല സ്പീഡിലാണ് പോകുന്നത്. അതുകൊണ്ട് എല്ലാ വ്യൂവും എനിക്ക് കൃത്യമായിട്ട് പകർത്താൻ പറ്റിയിട്ടില്ല. എന്നാൽ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കാണാൻ പോകുന്നത് ഒരു ലൈറ്റ് ഹൗസാണ്. പോയിൻ്റ് സുർ ലൈറ്റ് ഹൗസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ കാണുന്ന പ്രോപ്പർട്ടി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എൻട്രി മാത്രമേ ഉള്ളൂ. സാറ്റർഡേ സൺഡേ രാവിലെയാണ് ഇതിൻ്റെ എൻട്രി, പിന്നെ വെനസ്ഡേ ആയിട്ടാണ് എൻട്രി. അപ്പോൾ ഞങ്ങൾക്കിത് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ എത്തിയപ്പോഴത്തേനും ടൈം കഴിഞ്ഞു പോയി. പുറത്തു നിന്നുള്ള കുറച്ച് വിഷ്വൽസ് മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത്. അടുത്തൊരു വിസ്റ്റ പോയിന്റിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതും നേരത്തെ കണ്ടതുപോലെ തന്നെ വളരെ മനോഹരമായൊരു വിസ്റ്റ പോയിൻ്റാണ്. ഇവിടെ ചെറിയ വഴികൾ തെളിഞ്ഞ് കാണുന്നില്ലേ, അതിലേക്കൂടെ താഴേക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷേ വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു വഴിയാണത്. അപ്പോൾ ചില ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഹൈക്കിങ്ങും ഇതുപോലുള്ള ട്രക്കിങ്, ഈ ട്രയലുകളെല്ലാം കൂടിയെല്ലാം ഇവിടുത്തെ ആൾക്കാർ ധാരാളമായിട്ട് പോകാറുണ്ട്. പക്ഷേ ഞങ്ങൾ കുട്ടികളെ കൊണ്ടധികം ഇങ്ങനെ ഉള്ള റിസ്ക്കി ആയിട്ടുള്ള ട്രാവലിങ് കുറച്ചിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു വ്യൂ പോയിൻ്റാണിത്. ഇവിടെ നിന്ന് ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് യാത്ര പോവുകയാണ്. അടുത്തതായിട്ട് പോകുന്നത് ഒരു വാട്ടർഫോൾസ് കാണുന്നതിനായിട്ടാണ്. മെക്വേ ഫോൾസ് എന്നറിയപ്പെടുന്ന മനോഹരമായ ഒരു വാട്ടർഫോളാണിത്. ടൈഡൽ ഫോൾസ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ഭാഗത്തിൽപ്പെടുന്ന ഒരു വാട്ടർഫോളാണിത്. അതായത് ഈ വാട്ടർഫോൾ വന്ന് പതിക്കുന്നത് കടലിലേക്കാണ്. അതാണ് ടൈഡൽ ഫോൾസിൻ്റെ പ്രത്യേകത. ഇതുപോലത്തെ
2 വാട്ടർഫോൾസാണ്, ടൈഡൽ ഫോൾസാണ് കാലിഫോർണിയയിലുള്ളത്. ആകെ 4 എണ്ണമാണ് US മൊത്തത്തിലുള്ളത്. അമേരിക്കയിൽ മൊത്തത്തിൽ 4 എണ്ണമാണ് ഈ ടൈപ്പിലുള്ള വാട്ടർഫോൾസ് ഉള്ളത്. ഇവിടെ ഉള്ളത് ഏറ്റവും മനോഹരമായിട്ടുള്ള വാട്ടർഫോൾസിലൊന്നാണ് ഈ മക്വേ വാട്ടർഫോൾ. ഇതിന് 80 ഫീറ്റ് 80 അടി ആണ് അതിൻ്റെ ഹൈറ്റ് ഉള്ളത്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഒരു ബീച്ചിലോട്ടാണ്. ഇതൊരു ഹിഡൻ ബീച്ചാണെന്ന് വേണമെങ്കിൽ പറയാം. മെയിൻ ഹൈവേയിൽ നിന്നും 2 കിലോമീറ്ററോളം അകത്തേക്ക് സഞ്ചരിച്ച് ഒരു കാടിൻ്റെ നടുവിലൂടെ വേണം ഈ ബീച്ചിൻ്റെ ലൊക്കേഷനിലെത്താനായിട്ട്. ഫൈഫർ ബീച്ച് എന്നാണ് ഇതറിയപ്പെടുന്നത്. ചുറ്റിനും സൈപ്രസ് മരങ്ങളും അതുപോലുള്ള മരങ്ങൾ കൊണ്ട് കവർ ചെയ്തതാണ്. ഇത് കുറച്ച് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് നടക്കാനുണ്ട്. നടന്ന് ചെല്ലുമ്പോൾ കാണുന്നത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള റോക്ക് ഫോർമേഷൻ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഇത് തന്നെയാണ് ഈ ബീച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ. അതുപോലെ തന്നെ ഈ സ്ട്രക്ചറിനകത്ത് സീ കേവുകൾ ഉണ്ട്. ഈ കാണുന്ന സ്ട്രക്ചർ ഈ റോക്ക് ഫോർമേഷനകത്തുള്ളൊരു ഹോളാണ്. ഇത് കീ ഹോൾ റോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിലൂടെയുള്ള സൺസെറ്റ് കാണാൻ വളരെ മനോഹരമാണ്. ഫൈഫർ ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പർപ്പിൾ സാൻഡ്. ഈ പർപ്പിൾ സാൻഡ് ഉണ്ടാകുന്നത് ചുറ്റുമുള്ള കുന്നുകളിൽ നിന്നും മഴയും തിരമാലയും അടിച്ച് വരുന്ന മണ്ണിൽ മാംഗനീസ് ഇറോഡിൻ്റെ സാന്നിധ്യമാണ് ഈ പർപ്പിൾ കളറിന് കാരണം. അപ്പോൾ ഇത് വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്നൊരു സാൻഡാണിത്. ഇതായിരുന്നു ഫൈഫർ ബീച്ചിൻ്റെ പാർക്കിംഗ്. ഇവിടുന്ന് 1/2 കിലോമീറ്ററോളം നടന്നിട്ട് വേണം ബീച്ചിലേക്ക് എത്താൻ. അപ്പോൾ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ മനോഹരങ്ങളായ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.